ക്ലിനിക്കിൽ വരുമ്പോൾ പല പേഷ്യൻസും ചോദിക്കുന്ന ചോദ്യമാണ്, മാം ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് ഓരോ മനുഷ്യരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓരോരുത്തരും വ്യത്യസ്തരാണ്. അധികം അധ്വാനമില്ലാത്ത ഒരാൾക്കും പുറത്ത് നല്ല വെയിലത്ത് കൽപ്പണി പോലത്തെ പണിയെടുക്കുന്ന ഒരാൾക്കും ഒരേപോലത്തെ അളവ് വെള്ളമായിരിക്കുമോ വേണ്ടി വരിക? തികച്ചും ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണത്. എന്നിരുന്നാലും നമ്മുടെ ചുറ്റും പല സംഗതികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് ഒരു വിഭാഗം പറയുന്നു, ഒരു വിഭാഗം പറയുന്നു ഇത്ര ലിറ്റർ വെള്ളം കുടിക്കേണ്ടാന്ന്. നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ ഒന്ന് കൃത്യമായിട്ട് നിരീക്ഷിക്കുക. നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കുന്ന ചില ഭാഷകളുണ്ട്. അതിലൊന്നാണ് ദാഹം. അപ്പൊ നിങ്ങൾ എപ്പോഴാണ് വെള്ളം കുടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കൂ, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. എങ്ങനത്തെ വെള്ളം കുടിക്കണം? ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക. എങ്ങനെ കുടിക്കണം? ഇരുന്ന് സിപ്പ് സിപ്പായി കുടിക്കുക. വെള്ളം ഗുളുഗുളു എന്ന് പറഞ്ഞിങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ബോഡിയുടെ ദഹന വ്യവസ്ഥയെ പലപ്പോഴും ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇനി ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കുടിച്ചാൽ എന്താ, അത് മൂത്രമായിട്ട് പോകില്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക്, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ജോലി എടുക്കുമ്പോൾ ആ അവയവങ്ങൾക്കും പ്രയാസമുണ്ടാകും. ആ പ്രയാസം നമ്മൾ തുടർച്ചയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ അവയവങ്ങൾക്ക് തകരാറ് വരെ സംഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പോ എല്ലാത്തിലും മിതത്വം പാലിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അതിനെങ്ങനെ അറിയും? അതിനാണ് നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കുന്ന ഭാഷ. ദാഹം ഉണ്ടാകുമ്പോൾ ദാഹത്തിനനുസരിച്ച് ദാഹം മാറാൻ വേണ്ടി മാത്രം കുടിക്കുക. അതല്ലാതെ മൂത്രമൊഴിച്ചാൽ വെള്ളം കുടിക്കുക, വേർത്താൽ വെള്ളം കുടിക്കുക, ഇത്ര ലിറ്റർ വെള്ളം കുടിക്കുക എന്ന കണക്ക് ഒഴിവാക്കി ദാഹിക്കുമ്പോൾ ദാഹത്തിനനുസരിച്ച് മാത്രം കുടിക്കുമ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിരിക്കും.